ഹായ് ഓൾ, ഏവരും കാത്തിരുന്ന PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി തകൃതിയുള്ള പഠനമാണ് ആവശ്യം. കാറ്റഗറി നമ്പർ 008/2024 കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 3/4/2024 ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. അതിന് മുന്നോടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് 3/4/2024 കാറ്റഗറി നമ്പർ 008/2024. ഇതിൽ സ്കെയിൽ ഓഫ് പേ വരുന്നത് 31,100 മുതൽ 66,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എങ്കിലും നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് PSC എക്സാമുകളിൽ തന്നെ വേക്കൻസീസ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. അപ്പോൾ നിങ്ങളുടെ സുവർണ അവസരമാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. വേക്കൻസീസ് ധാരാളം തന്നെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഏജ് ലിമിറ്റ് 18 to 36 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പുള്ള എക്സാം, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എക്സാമിൽ കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള അഡ്വൈസ് നോക്കുകയാണെങ്കിൽ 613 അഡ്വൈസാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, ടെക്നിക്കൽ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും 1.5 വർഷം ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിയുമ്പോൾ 613 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ്. നിങ്ങളുടെ സുവർണ അവസരം കൂടിയാണിത്. സോ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ KGTE സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ അതിൻ്റെ ഇക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ, കൂടാതെ തന്നെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ്, കൂടാതെ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് വുമൻ പോളിടെക്നിക് ഓഫ് ദി സ്റ്റേറ്റ്. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിന് മുന്നേ ആയിട്ടുള്ള എക്സാമിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനായിട്ട് എടുത്തിട്ടുള്ളവ ഏതൊക്കെയാണെന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് തന്നെ വായിച്ച് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി KGTE സർട്ടിഫിക്കറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് സിവിൽ, കൂടാതെ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇവയുടെയൊക്കെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് ഇക്വലൻ്റായിട്ടാണ് വരുന്നതെന്ന് നോക്കി ക്ലിയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ പഠനം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയ ഓവർസിയർ ബാച്ച് അടൂർ ആരംഭിക്കുകയാണ്. കൂടാതെ തന്നെ ഓൺലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നിങ്ങളുടെ നിലവാരം അളക്കുന്നതിനായുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ, കൂടാതെ തന്നെ മെൻറ്റർ സപ്പോർട്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഇവയൊക്കെ നമ്മളുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ്. അതിലെല്ലാം ഉപരി ജോലി നേടും വരെയുള്ള പ്രിപ്പറേഷൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ എന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുന്നു, അതുവരെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളോടൊപ്പം ഏണസ്റ്റ് അക്കാഡമി എപ്പോഴും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്